മലമ്പുഴയിൽ നിന്നും ബാണാസുര സാഗർ ഡാമിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുകയാണ്. ആദ്യം കമലാണുള്ളത്. കമൽ, ബാണാസുര സാഗർ ഡാം തുറക്കാൻ പോവുകയാണ്. വയനാട്ടിൽ കനത്ത മഴയായിരുന്നു ഇന്നലെ. എന്താണ് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം? ഇതിന്റെ ഡൗൺ സ്ട്രീമിലുള്ള ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യമുണ്ടോ? അഭിലാഷ്, മഴ ഇന്നലെ രാത്രി മുതൽ അല്പം മഴയുടെ ശക്തി കുറഞ്ഞത്. ഇപ്പോൾ രണ്ടാമത്തെ സൈറൻ മുഴങ്ങുന്ന ശബ്ദമാണ് കേൾക്കുന്നത്. 3 സൈറനുകളാണുള്ളത്. ഡാം തുറക്കുന്നതിന് മുന്നോടിയായി രണ്ടാമത്തെ സൈറൻ മുഴങ്ങുകയാണ്. എന്തായാലും ഇന്നലെ രാത്രി മുതൽ മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഡാം ഷട്ടർ തുറക്കാനുള്ള തീരുമാനവുമായി KSEB മുന്നോട്ട് പോവുകയായിരുന്നു. ജില്ലാ ഭരണകൂടത്തിൻ്റെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അനുമതിയോട് കൂടിയാണ് ഈ ഡാം തുറക്കുന്നത്. അതിനുവേണ്ട നടപടിക്രമങ്ങളൊക്കെ ഇന്നലെ പൂർത്തിയാക്കി. ജില്ലാ ഭരണകൂടം ഇന്നലെ തന്നെ അറിയിപ്പ് നൽകി. ഇവിടെ അല്പസമയമായി മൈക്ക് അനൗൺസ്മെന്റ് നടത്തുന്നുണ്ട്. പക്ഷേ നിലവിൽ കുറഞ്ഞ അളവിലാണ് വെള്ളം ഒഴുക്കി വിടുക. അതുകൊണ്ട് തന്നെ ഡൗൺ സ്ട്രീമിൽ ഉള്ള ആളുകൾക്ക് വലിയൊരു ആശങ്ക ഉണ്ടാവേണ്ട സാഹചര്യമില്ല. എങ്കിൽ കൂടി മുൻകരുതൽ നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്ന് തുറക്കുന്ന വെള്ളം തൊട്ടടുത്ത് പുതുശ്ശേരിക്കടവ് പുഴയിലെത്തി അവിടെ നിന്ന് മുണ്ടക്കുറ്റി ചേരിയങ്കൊല്ലി വഴി പനമരം പുഴയിലേക്കാണ് എത്തുക. പനമരത്ത് നിന്ന് ഒഴുകി കബനി നദിയിൽ ചേർന്ന് കർണാടകയിലെ ബീച്ചനഹള്ളി ഡാമിലേക്ക് എത്തും. ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായി പ്രളയത്തിന് ശേഷം വയനാട് ജില്ലാ ഭരണകൂടം മൈസൂർ ജില്ലാ ഭരണകൂടവുമായി നിരന്തരമായി ഈ ഡാം വിഷയത്തിൽ ചർച്ചകളും യോഗങ്ങളും നടത്താറുണ്ട്. ഇവിടെ ഡാം തുറക്കുന്നതിനനുസരിച്ച് ബീച്ചനഹള്ളിയിലും ഷട്ടറുകൾ തുറന്ന ജലനിരപ്പ് ക്രമീകരിക്കാനുള്ള സംവിധാനം കഴിഞ്ഞ 4-5 വർഷമായി, അതായത് 2018 ശേഷം ജില്ലാ ഭരണകൂടം കൈക്കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബീച്ചനഹള്ളിയിലും ഇതിനനുസരിച്ച് വെള്ളം തുറന്നുവിടാനുള്ള നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ അല്ലെങ്കിൽ പോലും ഇവിടെ നിന്ന് ഇന്ന് വെള്ളം തുറന്നുവിടുന്ന അളവിൽ ഡൗൺ സ്ട്രീമിലുള്ളവർക്ക് വലിയ ആശങ്ക ഉണ്ടാകേണ്ട സാഹചര്യം നിലവിലില്ല. 2 സൈറനുകൾ മുഴങ്ങിക്കഴിഞ്ഞു. 3ാമത്തെ സൈറനോടുകൂടി ആയിരിക്കും ഷട്ടർ തുറക്കുക. എന്തായാലും ഒരു ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമില്ല. കാരണം ഒന്നാമത്തെ കാര്യം മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് വലിയൊരു ആശങ്കയ്ക്ക് സാധ്യതയില്ല. പക്ഷേ എല്ലാ ജാഗ്രതാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, ഈ പുഴയിൽ സാധാരണഗതിയിൽ മുമ്പൊക്കെ ഈ ഡാമിൻ്റെ ഷട്ടർ തുറങ്ങുമ്പോൾ ഒരുപാട് മത്സ്യം ഈ ഷട്ടറിൽ കൂടി പുറത്തേക്ക് വരും. ഒരുപാട് ആളുകൾ മീൻ പിടിക്കാനൊക്കെ ഇറങ്ങുന്ന സാഹചര്യമുണ്ട്. അതിപ്പോൾ കർശനമായി നിയന്ത്രിച്ചിട്ടുണ്ട്. 50 ക്യൂബിക് വെള്ളം സെക്കൻഡിൽ ഘട്ടം ഘട്ടമായി പുഴയിലേക്ക് ഒഴുക്കി വിടും എന്നാണ് KSEB അറിയിച്ചിട്ടുള്ളത്. അത് ഒരു വലിയ അളവല്ല. മാത്രമല്ല, ഈ ഡാമിൻ്റെ അപ്പർ റൂൾ ലെവൽ ഈ പ്രളയത്തിന് ശേഷം പുനർനിർണയിച്ചിട്ടുണ്ട്. കുറച്ചുകൂടി താഴ്ത്തിയാണ് ഇപ്പോൾ ഈ റൂൾ ലെവൽ വെച്ചിരിക്കുന്നത്. ഡാം പൂർണ്ണമായി നിറയുന്നതിന് മുൻപ് തന്നെ വെള്ളം 3ാമത്തെ സൈറൻ മുഴങ്ങുകയാണ്. അഭിലാഷ്, ഏത് നിമിഷവും ഷട്ടറുകൾ തുറക്കാം. 3ാമത്തെ സൈറനാണ് ഇപ്പോൾ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകർ കാണുന്നത് തത്സമയ ദൃശ്യങ്ങളാണ്. ബാണാസുര സാഗർ ഡാമിന്റെ ഷട്ടറുകൾ തുറക്കാൻ പോവുകയാണ്. 3ാമത്തെ സൈറൻ മുഴങ്ങി കഴിഞ്ഞിരിക്കുന്നു. മഴ കനത്തതിനെ തുടർന്നാണ് ബാണാസുര സാഗർ ഡാം തുറക്കുന്നത്. ഡൗൺ സ്ട്രീമിലുള്ളവർ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് കമൽ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്ന് മാത്രമല്ല, മഴ അല്പം ശമിച്ചിട്ടുമുണ്ട് വയനാട്ടിൽ. ഇതൊരു സാധാരണ നടപടിക്രമമാണ്. ബാണാസുര സാഗർ ഡാമിന്റെ ഷട്ടറുകൾ ഇതാ തുറക്കുന്നു. 3 സൈറണുകൾ മുഴങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ 2 ദിവസമായി ജില്ലയിൽ 2018 ശേഷമാണ് പറഞ്ഞോളൂ കമൽ. 2018 ശേഷമാണ് നമുക്ക് 2018 കാര്യം നമുക്ക് ഓർമ്മയുണ്ടാകും. ആ പ്രളയ സമയത്ത് ഈ ഡാം ഷട്ടറുകൾ തുറന്ന് പനമരവും പുതുശ്ശേരിക്കടവും ഒക്കെ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വലിയ വെള്ളപ്പൊക്കമുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ ഷട്ടറുകൾ തുറക്കുന്നത് വലിയ ആശങ്കയായി മാറിയതും ജില്ലാ ഭരണകൂടം കൃത്യമായി ഇടപെടുന്നതും. ഇപ്പോൾ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് KSEB ഈ നിർദ്ദേശങ്ങൾ സമർപ്പിച്ച് അവരുടെ അനുമതിയോടുകൂടി എല്ലാ മുൻകരുതലോടുകൂടി മാത്രമാണ് ഇപ്പോൾ ഡാം ഷട്ടറുകൾ തുറക്കാറുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും നടപടിക്രമങ്ങൾ ഉണ്ടാകുന്നത്. അന്ന് അത് വലിയ ബുദ്ധിമുട്ടുകൾ ജനങ്ങൾക്ക് ഉണ്ടാക്കിയിരുന്നു. അതിനുശേഷം കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൈസൂർ ജില്ലാ ഭരണകൂടവുമായി നിരന്തരം സമ്പർക്കമുണ്ട്, കൂടിയാലോചനകൾ നടത്താറുണ്ട്. അത്തരത്തിൽ ജലനിരപ്പ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധം ക്രമീകരിച്ച് ഡാമിൽ നിന്ന് ഘട്ടം ഘട്ടമായി ഒഴിവാക്കുന്ന രീതിയാണ് KSEB അവലംബിക്കുന്നത്. മാത്രമല്ല, ഈ വർഷം ഈ പദ്ധതിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് കുറ്റ്യാടിക്ക് അധിക ജലം കൊണ്ടുപോയി അവിടെ അധിക വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാണ് ഇവിടെ ഡാം കെട്ടിയിരിക്കുന്നത്.